യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഫലമുള്ളതായിത്തീരും? നാം മക്കളെന്ന പദവിയിൽ പ്രാർത്ഥിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്വത്തിന് മക്കൾ അവകാശികളാകുന്നു. നാം കർത്താവിന്റെ മക്കളാകുമ്പോൾ അവന്റെ സകല സ്വത്തിനും അവകാശികളായി തീരുകയാണ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളത്രേ. 2 പിതാവിനോട് പ്രാർത്ഥിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, ഈ വണ്ണം പ്രാർത്ഥിക്കുക: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നാം പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, അങ്ങയുടെ ഹിതം എന്താണോ അതെന്റെ ജീവിതത്തിൽ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 3 വചനപ്രകാരം പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാം വാക്യം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. നാം പ്രാർത്ഥിക്കുമ്പോൾ വചനപ്രകാരം പ്രാർത്ഥിക്കുക. നമ്മുടെ ഏതാവശ്യമായാലും ആവശ്യത്തിന് അനുസരിച്ചുള്ള വചനം വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. രോഗസൗഖ്യമാണോ? സങ്കീർത്തനങ്ങൾ 103:3. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. വിവാഹത്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളുടെ ഏത് ആവശ്യമാണോ? കർത്താവെ, ഈ വചനപ്രകാരം അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി പറയുമോ? തീർച്ചയായും ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. 4 വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. സങ്കീർത്തനങ്ങൾ 139-ൽ പറയുന്നു, എൻ്റെ നടപ്പും ഇരിപ്പും കിടപ്പും എൻ്റെ ഹൃദയ നിരൂപണങ്ങളും അവൻ അറിയുന്നു. എൻ്റെ എല്ലാ പ്രവൃത്തികളും അറിയുന്ന ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ആവശ്യങ്ങളെ നടത്തിത്തരുവാൻ ഈ ദൈവം മതിയായവനെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കുക. 5 മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 5-ാം വാക്യം. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നതുവരെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 6 ഭാവന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. പ്രാർത്ഥിക്കുന്ന വിഷയം ഏതു തന്നെയായാലും ആ വിഷയം ലഭിച്ചതായി ഭാവന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. 7 നിരപ്പ് പ്രാപിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നാം പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നതിന് മുമ്പ് നമുക്കാരോടെങ്കിലും കയ്പ്, പക, വിദ്വേഷം, ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചതുപോലെ അവരുടെ പാപങ്ങളെയും നാം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ധൂർത്തുപുത്രൻ മടങ്ങി വന്ന അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നാം നിരപ്പ് പ്രാപിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. 8 സംശയിക്കാതെ പ്രാർത്ഥിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയമായാലും ആ വിഷയത്തിൽ മറുപടി ലഭിക്കും എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ പിന്നിൽ വരുന്ന ഒരു സാഹചര്യത്തെ നോക്കരുത്. ഞാൻ ചോദിച്ചത് എൻ്റെ പിതാവ് പുത്രൻ്റെ നാമത്തിൽ എനിക്ക് നൽകും എന്ന ഉറപ്പുണ്ടായിരിക്കണം.
9. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 6 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ഏതാവശ്യമായാലും സ്തോത്രത്തോടുകൂടി നാം ദൈവത്തോട് പറയുമെങ്കിൽ ഉറപ്പായും മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. 10. സകല മഹത്വവും പിതാവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 13 വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഈ ലോകത്തിൽ നാം നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവർ നമുക്ക് നൽകി തരുമെങ്കിൽ അതിലും ശ്രേഷ്ഠമായത് തരുവാൻ ഈ കർത്താവ് മതിയാവിനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.